എന്താ ചെയ്യാന്ന് എനിക്കൊന്നും അറിയില്ല മക്കളെ, പറയാനും അറിയില്ല. എനിക്ക് എല്ലാവർക്കും ഇതാകണം, എനിക്ക് അത്രയും പറയാനുള്ളൂ. ഞാൻ ചത്താപം വേണം. എനിക്കൊരു വർഷത്തേക്ക് ഒരു മാസം മാത്രം ചെലവിന് 4 ലക്ഷം രൂപയോളം വേണ്ടി വരും. നമസ്കാരം. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാം. പേര് രജീഷ് എന്നാണ്. പാലക്കാട് ജില്ലയിലെ എഴുപ്പുകുളമാണ് ഇവരുടെ സ്ഥലം. ബേക്കറി തൊഴിലാളിയാണ് ഈ രജീഷ്. കല്യാണം കഴിഞ്ഞ് 2 കൊച്ചുങ്ങളുണ്ട്. ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഇടുപ്പിൽ എന്തോ ഭയങ്കരമായിട്ട് കനമായി ഒരു വേദനയായി തളർന്നു വീണു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി നോക്കുന്ന സമയത്ത് ഇവന് രോഗമുണ്ടായിരുന്നു. CIDP എന്നാണ് ഈ രോഗത്തിന്റെ പേര്. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം നാഡികളെ ആക്രമിക്കുന്ന ഒരു രോഗമാണ്. ഇതുമൂലം കൈകാലുകളിൽ ബലക്കുറവ്, മരവിപ്പ്, നടക്കാൻ ബുദ്ധിമുട്ട്, റിഫ്ലക്സുകൾ കുറയ്ക്കുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഇതിലുള്ളത്. ആദ്യം ഈ ലക്ഷണം വന്നു. പിന്നെ തൃശ്ശൂർ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവന്റെ കാലിന്റെ രൂപം ഈ കാണുന്നതാണ്. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് രാത്രി മൂത്ര ഒഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയതാണ്. തിരിച്ചു വരുമ്പോൾ കവുന്നുകൊണ്ട് വീണു. ആ വീണ ശേഷം ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവരവിടെ പറ്റില്ല എന്ന് പറഞ്ഞു തൃശ്ശൂർ കൊണ്ടുപോയി. അവിടെ നിന്ന് പുറം കടന്നു പറ്റില്ല എന്ന് പറഞ്ഞു പാലക്കാട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വന്ന് ലക്ഷങ്ങൾ ചിലവാകുമെന്ന് പറഞ്ഞു. ഇനി ആൾക്ക് നടക്കാൻ പറ്റില്ല, ആളുടെ സ്റ്റേജ് അത്രയ്ക്കും കാലിൽ നരമ്പൊക്കെ ഇറ്റിറ്റ് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാര്യയെ ഇനി നോക്കാൻ പറ്റില്ല എന്ന് വിട്ടിട്ട് പോയി. എന്നെ അമ്മയും പെങ്ങളുമാണ് നോക്കിയത്. ഇപ്പം ഈ 2-3 വർഷം പിടിച്ചിട്ടും അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. കൂട്ടുകാരന്മാർ കുറെ സഹായിച്ചു. ചികിത്സ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയും കുട്ടികളും ഇവരെ വിട്ടുപോയി. ഈ രോഗത്തിന്റെ കാരണമാണെന്നാണ് ഇവർ പറയുന്നത്, അതറിയില്ല. ഈ കുട്ടികൾ വിട്ടുപോയി. അതിനുശേഷം അമ്മയോടൊപ്പം ഈ എഴുപ്പുകുളത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയ്ക്കാണെങ്കിൽ കാലിൽ നടക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. വലത് കാലിൽ ടോയ്ലറ്റ് പോകുന്നതിന് കൂടിയിട്ട് വേറെ ആളുടെ സഹായം ഉണ്ടെങ്കിൽ ടോയ്ലറ്റ് പോകാൻ പറ്റുള്ളൂ. മക്കളെ, എന്റെ മകൻ 3 കൊല്ലം പിടിച്ച് വയ്യ. എനിക്ക് കാര്യം കഴിയും വരാണ്ട് എടുത്ത് വേദിയൊക്കെ ആയിട്ടാണ് ഞാൻ കിടക്കുന്നത്. എന്താ എന്റെ മകള് പച്ചക്കുട്ടിന് അടുത്ത വീട്ടിൽ വിട്ടിട്ടാണ് രാവിലെ പോവുക, വൈകുന്നേരം വരിക, രാവിലെ പോവുക, വൈകുന്നേരം വരിക. ഞാൻ വീണിട്ട് എനിക്ക് ബെൽറ്റ് ഇട്ട് ഇത്രയ്ക്ക് കമ്പി ബെൽറ്റ് ഇട്ടതാണ്. അത് നടക്കാൻ പറ്റാണ്ട് ഞാൻ മെല്ലെ ഇരിക്കുന്നു. അത് വീട്ടിലിരിക്കാൻ പറ്റാണ്ട് എനിക്കും സുഖമില്ല, മകനും സുഖമില്ലാണ്ടായി. മകളുടെ അവിടെ വന്നിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. മകള് വാടകയ്ക്ക് ഇരിക്കുന്നത്. അങ്ങനെ ഇവർ 2 പേരും കൂടിയിട്ട് ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് സ്വന്തം കല്യാണം കഴിച്ചു കൊടുത്ത സഹോദരിയുടെ വീട്ടിലാണ് ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ നിത്യ ചെലവ് വന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ സഹോദരി ഒരു തയ്യൽക്കാരിയാണ്. അത് തയ്ച്ചു കിട്ടുന്നതിൽ വന്നാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മരുന്നിന്റെ അവസ്ഥ ഭയങ്കരമാണ്. ഇതൊരു 100 മില്ലി മരുന്നിന് 20,517 ബോട്ടിലിന് വരിക. ഇത് 20 ബോട്ടിൽ 1 വർഷത്തിൽ കയറ്റേണ്ടി വരും. അതൊരു കാരുണ്യമായിട്ട് ഇതാക്കിയിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴ് ഇവർക്ക് ഭക്ഷണത്തിന് കൂടി. അപ്പോ രജീഷ് എന്നെ ബന്ധപ്പെട്ട് പറഞ്ഞത്, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമെന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലോട്ടറി ആയിട്ടോ എനിക്കൊരു കടയിൽ പോയിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല. കാരണം എനിക്ക് 5 മിനിറ്റിന് പോലെ നിൽക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു തൊഴിലുണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മംഗല ഡാം കവലപ്പാറ വീഡിയോ കണ്ട ശേഷമാണ് എന്തെങ്കിലും എനിക്ക് സഹായം ചെയ്തു തരുമോ, ആരോട് എന്തെങ്കിലും പറയോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വിളിച്ചു. ഇപ്പൊ രജീഷിന് ആവശ്യം ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളല്ല. അവൻ പറയുന്നത് എനിക്ക് അഭിമാനത്തോടെ ജീവിക്കണം, എന്തെങ്കിലും ഒരു തൊഴിൽ വേണമെന്നാണ് പറയുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ അവൻ നിൽക്കാൻ കഴിയില്ല, 5 മിനിറ്റ് മുകളിൽ നിൽക്കാൻ കഴിയില്ല. പിന്നെ ഏതെങ്കിലും ഷോപ്പിലോ മറ്റോ ഇല്ലെങ്കിൽ ഇവൻ പഴയ ബേക്കറി ജോലിക്കോ പോയിട്ട് നിൽക്കാതെ പണിയെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്തെന്നാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പിന്നെ ജോലിപരമായിട്ട് എന്തെങ്കിലും ചെയ്യണം ആഗ്രഹമുണ്ടെങ്കിൽ ഈ കോമന്റ് സെക്ഷനിലോ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിലോ FBയിലോ ഒന്ന് പറയാം. നന്ദി.